കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. ഓമനക്കുട്ടൻ എന്ന കർഷകന്റെ കൃഷിയിടമാകെ ചവിട്ടി മെതിച്ച നിലയിലായി. കൃഷിയിടമാകെ ചവിട്ടി മെതിച്ച നിലയിലാണ്. കുലച്ചതും കുലയ്ക്കാത്തതുമായ 200ഓളം വാഴകളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ രാത്രിയാണ് കാട്ടാനക്കൂട്ടം ഇവിടെ ഇറങ്ങിയത്. കുളത്തുമൺ താമരപ്പള്ളി തോട്ടത്തിനോടും അതോടൊപ്പം തന്നെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിനോടും ചേർന്ന കൃഷിയിടത്തിലാണ് സംഭവിച്ചത്. അജിത് എന്ന ആളുടെ ഉടമസ്ഥയിലുള്ളതാണ് സ്ഥലം. 80 സെന്റ് ഭൂമി പ്രദേശവാസിയായ ഓമനക്കുട്ടൻ ചേട്ടൻ പാട്ടത്തിനെടുത്ത് നടത്തി വരികയായിരുന്നു. സാധാരണ ഇവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഒരു 4 വർഷം മുമ്പേ ഒന്ന് വന്നായിരുന്നു. വന്ന ഒരു മൂട് വാഴ എടുത്തു. ഇവിടെ അടുത്തുള്ളൊരു ആൾ കണ്ടതുകൊണ്ട് അവരതിനെ ചാടിച്ചു വിട്ടു. പിന്നെ ഈ ഭാഗത്തോട്ട് അങ്ങനെ വന്നിട്ടില്ല. അടുത്ത പ്രദേശങ്ങളെല്ലാം ആനശല്യമുണ്ട്. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ നന്ദിയാട്ട് അമ്പളി എന്ന് പറയുന്ന ആളുടെ അടുത്ത് വന്ന് കുറേ വാഴ എടുത്തിരുന്നു. അത് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറമാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്നെ വലിയ ശല്യമില്ല. ആന ഹരിസൻ്റെ തോട്ടത്തിൽ മിക്കവാറും ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഇന്നലെ വൈകിട്ട് രാത്രിയിൽ അപ്പോഴാണ്. ഇന്ന് രാവിലെ ഇവിടെ സൂചിച്ചേച്ചി എന്ന് പറയുന്ന തൊട്ടടുത്ത് താമസിക്കുന്ന ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. വന്നപ്പോഴത്തേക്കെല്ലാം ചവിട്ടി മെതിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്നു. കുലിച്ചതും കുലിക്കാതായതുമുണ്ട്. എത്രത്തോളം നഷ്ടം നമ്മൾ കണക്കാക്കുന്നു? ഇതേണ്ട ഒരു 100-300 വാഴ അടുപ്പിച്ച് പോയി കണ്ടിട്ടുണ്ട് ഇപ്പോൾ. അതിപ്പോൾ കർഷകർ നഷ്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 2 ലക്ഷം രൂപ അടുപ്പിച്ച് നഷ്ടം ഇപ്പോൾ ഉണ്ട്. ബാക്കി എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇന്നും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഓടിച്ചാലും പോകില്ല. ഇത് അടുത്ത പ്രദേശത്തെല്ലാം ഇറങ്ങുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് പടക്കം പൊട്ടിച്ചാൽ പോലും അത് മാറി നിൽക്കുകയല്ലാതെ പോവുകയല്ല ആന. വന്യജീവികൾ വേറെയും ശല്യമുണ്ടാക്കുന്ന മേഖലയാണ്. പ്രത്യേകിച്ച് കാട്ടുപോത്ത്, മ്ലാവ് എന്നിവ. അല്ലെ, കൃഷി വലിയ പ്രതിസന്ധിയിലാണ്. ഇവിടെ പ്രതിസന്ധിയാണ്. കുരങ്ങൻ്റെ ശല്യം ഏറ്റവും കൂടുതൽ. പിന്നെ പന്നി, മ്ലാവ്, കാട്ടുപോത്ത്. കാട്ടുപോത്ത് നമുക്ക് വലിയ ശല്യമില്ലെങ്കിലും മ്ലാവ് ഭയങ്കര ശല്യമാണ്. ഈ തൈകളുടെ എല്ലാം പട്ട തിന്നുക. ഇതിപ്പോൾ നമുക്ക് ആരോട് പരാതിപ്പെടാനാ, ആരോട് പറയാനാ? ഫോറസ്റ്റുകാരോട് പറഞ്ഞ് അവർ വന്ന് അവരുടെ പരാതി അവർ പറയുന്നത് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. ഒന്നുകിൽ കിടങ്ങുകൾ എടുക്കുക, അല്ലെങ്കിൽ ഫെൻസിങ് ഇടുമ്പോൾ നല്ല രീതിയിൽ ഇടുക. ഇത് ജനങ്ങൾക്ക് ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് കഥയില്ല. കൃഷി ചെയ്യാതെ ഇനിയും ജീവിക്കാൻ പറ്റാത്ത വരുമ്പം മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതിന് വേറെ ഒരു ഉദാഹരണമാണിത്. ഞങ്ങളെപ്പോലുള്ളവർ ഇത് ചെയ്യാന്ന് പറയാൻ മറ്റെന്തെങ്കിലും മാർഗ്ഗം ഉള്ളത് കൊണ്ട് ചെയ്യുന്നില്ല. കടം കയറി കഴിഞ്ഞാൽ ആത്മഹത്യയേ ഉള്ളൂ മാർഗം. ഗവൺമെൻറ് നമ്മൾക്ക് എന്താ സഹായം ചെയ്യുന്നത്? പഞ്ചായത്തായാലും ഗവൺമെൻറ് ആയാലും അവർക്കൊരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. വന്യജീവികൾ പ്രത്യേകിച്ചും വനമേഖലയോട് ചേർന്ന ഈ പ്രദേശത്തേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി സൗരോർജ്ജ വേലി സ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ പ്രധാനമായും ഉയർത്തുന്നത്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയെങ്കിൽ മാത്രമേ ഭാവിയിലെങ്കിലും കർഷകർക്ക് കൃഷിയിടവും അതോടൊപ്പം തന്നെ കൃഷിയും സംരക്ഷിക്കാനാവുകയുള്ളൂ. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.